വെരി ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് 2024 നമ്മളുടെ നെറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റിൽ NTA പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു നെറ്റ് ആസ്പിരന്റും ഒന്ന് അന്തം വിട്ടു പോകും. പക്ഷേ ഇതിൽ തന്നെ ചില ചലഞ്ചസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒരു അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ 20th ഏപ്രിൽ 2024 കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള പബ്ലിക് നോട്ടീസ് ആണ് NTA റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഓപ്പണിംഗ് ഓഫ് ദ ഓൺലൈൻ പോർട്ടൽ ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈൻ തന്നെയാണ് ഫോർ UGC നെറ്റ് ജൂൺ 2024. ഇതാണ് തീം വരുന്നത്. അപ്പൊ ഇതിൽ UGC എന്താണ് UGC നെറ്റ് എക്സാമിനേഷന് നടത്തുന്നുണ്ട്. NTA ആണത് കോണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD ആൻഡ് അഡ്മിഷൻ ടു PhD ഓൺലൈൻ. അപ്പൊ ഇങ്ങനെ കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ മറ്റൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും നെറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ JRF എക്സാമിനേഷൻ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിലൂടെ ആയിരിക്കും വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇപ്രാവശ്യത്തെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒന്ന് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന JRF ആണ് ഒരു കാറ്റഗറി വരിക. രണ്ടാമത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് വരുന്നത്. മൂന്നാമത് അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD. അപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർ പ്ലസ് PhD എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ടും വരുന്നുണ്ട്. പിന്നെ PhD ഓൺലൈൻ. അപ്പൊ ഇങ്ങനത്തെ മോഡുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തത് നമ്മൾ ജൂൺ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷൻ 83 സബ്ജക്റ്റുകളോട്ട് വരുന്നുണ്ട്. ആൻഡ് ദിസ് ടൈം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ OMR ഫോർമാറ്റ്. അതായത് പെന്നും പേപ്പറും വെച്ചിട്ട് പണ്ടത്തെ മോഡ് ഉണ്ടായിരുന്നു, വിസൈറ്റേഴ്സ് ഓഫ്ലൈൻ മോഡ്. അപ്പൊ ഒരു ഓഫ്ലൈൻ മോഡിലോട്ടുള്ള എക്സാമിനേഷൻ ആണ്. ഇവിടെയാണ് അടുത്തൊരു ചലഞ്ച് ക്രിയേറ്റ് ചെയ്യേണ്ടി പോകുന്നത്. 83 സബ്ജക്റ്റുകളിൽ ഇവരെങ്ങനെ ഈ ഒരു ഓഫ്ലൈൻ മോഡിൽ എക്സാമിനേഷൻ നടത്തും എന്നുള്ളത്. പണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി യെസ്. പക്ഷെ പിന്നീട് ഓൺലൈനിലോട്ട് സ്വിച്ച് ചെയ്തു. വീണ്ടും ഒരു ഓഫ്ലൈൻ സ്വിച്ചിങ്ങിലോട്ടാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ഇങ്ങനെ ചെയ്യുന്ന നേരത്ത് കുട്ടികൾക്ക് എത്രമാത്രം ഇൻകൺവീനിയൻസ് ഉണ്ടാകും അല്ലെങ്കിൽ കൺവീനിയൻസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ നെറ്റിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഈ രണ്ടാമത്തെ കാര്യം ഇതാണ്, ഓഫ്ലൈൻ മോഡിലോട്ട് സ്വിച്ച് ചെയ്യുന്നുള്ളത്. മൂന്നാമത് ഇതിനേക്കാൾ വലിയ സർപ്രൈസിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് പ്രത്യേകിച്ചുള്ള ഡേറ്റുകൾ ഒന്ന് നോക്കാം. ഒന്ന് 20th ഏപ്രിൽ മുതൽ 10th മെയ് വരെ. മെയ് 10 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുള്ളത്. ആൻഡ് എക്സാമിനേഷൻ ഫീ നമുക്ക് അടക്കാനുള്ള സമയം എന്ന് പറയുന്നത് മെയ് മുതൽക്ക് 11th മെയ് മുതൽക്ക് 12th മെയ് വരെയുള്ള സമയമാണ് വരുന്നത്. കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 13 മുതൽ 15 2 ദിവസത്തേക്ക് കിട്ടും. ഓക്കെ, എന്തായാലും 5-ാം തീയതി ആകുമ്പോഴേക്കും ഫുൾ എക്സാമിനേഷന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ തീരുവാണ്. ദെൻ സിറ്റി ഓഫ് എക്സാം സെന്റർ വരുന്നത് പിന്നീടായിരിക്കും. അഡ്മിറ്റ് കാർഡ് ഒക്കെ പിന്നീട് വരും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 16th ജൂൺ 2024. എന്താ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എനിബഡി നിങ്ങൾ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ ഡേറ്റിന്റെ പ്രശ്നം എന്നുള്ളത്? ഈ ഡേറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രമാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന കൊറോണ വരെ ബീങ് എ UPSC മെന്റർ, ഓക്കെ, കൊറോണ വരെ എക്സാമിനേഷൻ ചലഞ്ചായി നിന്നപ്പോ എന്നിട്ടും ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ എക്സാമിനേഷൻ നടത്തിയിട്ടുള്ള ടീമാണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ നടന്നത്. ആ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രിലിംസ് ആണ് 16th ജൂണിന് ഇപ്പോ നടത്താൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അത് മാറ്റും, അല്ലെങ്കിൽ ഇത് മാറ്റാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. സാധ്യതകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് അഭിപ്രായം പറയാം. സർ അത് മാറ്റാൻ ചാൻസ് ഒന്നുമില്ല, നടത്തുന്നതാണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ്. ബട്ട് ഇന്ത്യയിൽ ഓഫ്ലൈൻ സെന്റർ നടത്തുന്ന സമയത്ത് UPSC ഓഫ്ലൈൻ ആണ്. അപ്പൊ നമുക്ക് സെന്റേഴ്സിന്റെ ഇഷ്യൂ വരും, മാനേജ്മെന്റ് ഇഷ്യൂ വരും, കുറെ കാര്യങ്ങൾക്ക് നല്ല സാധ്യത ഉണ്ട് 2 ദിവസം 1 ദിവസം വരുന്ന സമയത്ത്. ഓക്കെ, പിന്നെ സെന്ററും ഡേറ്റും ഷിഫ്റ്റ് ഒക്കെ പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പൊ ഒറ്റ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒറ്റ ഡേറ്റിൽ എല്ലായിടത്തും എക്സാമിനേഷൻ നടക്കുന്ന രൂപത്തിലോട്ടുള്ള ഒരു പ്ലാൻ ആണ് ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കും. നമ്മുടെ വെബ്സൈറ്റ് ഇത് തന്നെയാണ്, UGCNet.NTA.ac എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഫീസിന്റെ കാര്യത്തിൽ ആസ് യു നോ, ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറി 1150 രൂപയുണ്ട്, EWSന് 600 ഉണ്ട്, OBCക്കും 600 ഉണ്ട് NCL വിഭാഗത്തിൽ, SC/ST-കാർക്ക് തേർഡ് ജെൻഡറിന് 325 ആണ്. അത്യാവശ്യം നല്ല ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രജിസ്ട്രേഷൻ ഫീസ് വെക്കുമ്പോൾ അതിനുള്ള സർവീസ് തരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നു. പിന്നെ ഇവിടെ നോട്ടിഫിക്കേഷന്റെ ഫർദർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്, എക്സാമിനേഷൻ OMR മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, ആപ്ലിക്കേഷൻ 4 കാറ്റഗറിയിലോട്ടായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവുക. രണ്ടാമത്തത് ഓഫ്ലൈൻ ആണ്. മൂന്നാമത് ഡേറ്റിന്റെ കാര്യത്തിലാണ് കൺഫ്യൂഷൻ ഉള്ളത്. ഈ ഡേറ്റ് മാറ്റോ ഇല്ല അല്ലെങ്കിൽ മാറ്റണോ എന്നുള്ളത് നിങ്ങളെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ ഫൈൻ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ആസ് യു ഗൈസ് നോ, നമ്മളിവിടെ സിംപ്ലി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണ്ടി പറ്റും, വെബ്സൈറ്റിലോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് വെബ്സൈറ്റിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ഓപ്പൺ ഐ ഓൺലൈൻ പോർട്ടൽ ഫോർ സബ്മിഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു സിലബസും കാര്യങ്ങളും തിരിച്ചു വന്നു. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ആപ്ലിക്കേഷന്റെ കാര്യങ്ങൾക്ക് അത് ന്യൂസ് ആണ് വരുന്നത്. നമുക്ക് പിന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് സമയം തിരക്ക് കൂട്ടാതെ ഇത് എന്ത് ചെയ്യുക, വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്രിസ്റ്റലിന്റെ കീഴിൽ നമ്മൾ ചെയ്യുന്ന ക്രാഷ് കോഴ്സുകളെല്ലാം ഇപ്പൊ അലൈവ് ആണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ശ്രമിക്കുക. സോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനിയും പഠനം പിന്നോട്ട് വെക്കുന്നത് ഒരിക്കലും ശരിയല്ല. നല്ലൊരു ഗ്രേറ്റ് ലേണിംഗുമായിട്ട് മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.